ആണ് എൻ്റെ സംശയം ഞാൻ ചോദിക്കുന്നത്. ഒരേ കുടുംബത്തിലെ അടുത്ത ബന്ധുക്കളായ എന്നാൽ മഹറമല്ലാത്ത യുവാവും യുവതിയും വർഷങ്ങളായി പ്രണയത്തിലാണ്. അടുത്ത ബന്ധുക്കളായതുകൊണ്ട് തന്നെ രണ്ട് വീട്ടുകാർക്കും ഈ ബന്ധത്തിൽ താല്പര്യമില്ല. പ്രത്യേകിച്ച് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ യാതൊരു താല്പര്യമില്ല. ഇരു വീട്ടുകാരും ഈ ബന്ധത്തെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ബന്ധുക്കൾ ഇടപെട്ട് സംസാരിച്ചും അതുപോലെ കൗൺസിലിംഗ് നടത്തിയും ഒക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ നടന്നില്ല. യുവാവ് യുവതിയുടെ അടുത്തെത്തി അവിടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ എന്ത് ചെയ്തു, പള്ളിക്കാരെ ബന്ധപ്പെടുത്തി വിവാഹം നടത്തിച്ചു എന്നാണ്. അതിൽ പിതാവോ ബന്ധുക്കളോ കുടുംബങ്ങളോ രണ്ട് കുടുംബങ്ങളോ ഒന്നും അതിൽ പങ്കെടുത്തിട്ടില്ല, ഒന്നുമില്ല. ഇങ്ങനെ പള്ളി കമ്മിറ്റിക്ക് നിക്കാഹ് നടത്തി കൊടുക്കാൻ അവകാശമുണ്ടോ? അവകാശമില്ലെങ്കിൽ ഇപ്പോൾ അവർ നടത്തിക്കൊടുത്ത നിക്കാഹിൻ്റെ അവസ്ഥ എന്താണ്? അതിന് സാധുതയുണ്ടോ? അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അവസ്ഥ എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു പോംവഴി പറഞ്ഞു തരുമോ എന്നാണ്. ഈ വിവാഹം ഇസ്ലാമികമായി സാധുവാകണമെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ വേണം, മഹർ വേണം, സാക്ഷി വേണം. ഇതിലൊരു പ്രധാന ഘടകമാണ് വലിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി. അപ്പോൾ മിക്കവാറും കുട്ടീൻ്റെ വാപ്പയാവും, വാപ്പല്ലെങ്കിൽ ആങ്ങളാവും, ഒരു രക്ഷാധികാരി വേണം. അപ്പോൾ ഈ രക്ഷാധികാരി എന്നുള്ളത് എന്തിനാണ് നിശ്ചയിച്ചത്? അതായത് ഇവളെ സുരക്ഷിതമായ നിലക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനാണ്. അതെ, അതിനാണ് ഏറ്റവും രക്തബന്ധമുള്ള ആളുകളെ അതിന് ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വിവാഹം നടത്തണോ നടത്തണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? വലിയനുണ്ട്. അപ്പൊ അദ്ദേഹം ന്യായമായ ഒരു കാരണം കൊണ്ട് ഈ കല്യാണം നടത്തണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ വിവാഹം നടത്താൻ പ്രയാസം. എന്നാൽ ന്യായമല്ലാത്ത കാരണമാണെങ്കിലോ, ഒരു പിതാവും പെൺമക്കളെയൊക്കെ തടഞ്ഞു വെക്കാണ്, അവർക്കൊക്കെ ജോലി ഉണ്ട്, അപ്പൊ അവരെ കെട്ടിച്ചു പോയാൽ അവരെ ശമ്പളം നമുക്ക് കിട്ടൂല എന്ന് വിചാരിച്ച് വീട്ടിൽ അങ്ങനെ ചെയ്യൂല. ഇപ്പൊ അങ്ങനെ അപൂർവം അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കാം. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ വലിയ എന്നുള്ളതിനെ നമ്മൾ അത് ന്യായമല്ല എന്നൊരു കാലിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവളെ വിവാഹം നടത്താൻ വേറെ പല വഴികളുമുണ്ട്. പക്ഷെ അത്തരം വഴികളെ എന്ത് ചെയ്യാണ്? സമ്മതിച്ചു കൊടുക്കാത്ത അവിഹിതങ്ങളെ ഹലാലാക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അതിന് ചില മഹല്ലുകൾ കൂട്ടുനിൽക്കുന്നു, ചില വ്യക്തികൾ കൂട്ടുനിൽക്കുന്നു, ചില ഉസ്താദുമാർ കൂട്ടുനിൽക്കുന്നു. ഇതെന്തായാലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല. പിന്നെ സാങ്കേതികമായി എന്ത് ചെയ്യാണ്? ഒരു പക്ഷെ വലിയില്ലാത്ത ഒരാൾക്ക് സുൽത്താനുഹു വലിയുൻ, ഇന്നാൾ വലിയാണ് എന്നൊക്കെ പറഞ്ഞ ചില വ്യാഖ്യാനങ്ങളിലൂടെ ഈ വിവാഹത്തെ സാധൂകരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഉത്തരവാദിത്തപ്പെട്ടൊരു വലിയുണ്ടായിരിക്കെ അയാൾ ന്യായമായ ഒരു കാരണം കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് വിവാഹം നടത്തുക എന്നുള്ളത് ശരിയായ ഒരു കാര്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൻ്റെ സാങ്കേതികത്വങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ കടന്നിട്ട് കാര്യമില്ല. ഇതെന്താ വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഇവരെ സമയത്ത് ഇടപെട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക, നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. വേറെ ഇപ്പൊ എന്താ ഇത് പറഞ്ഞു നിന്നിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ സാധു അല്ല എന്ന് പറഞ്ഞാൽ ഓല് എന്ത് ചെയ്യും? വ്യഭിചാരമായി ജീവിച്ചു പോകണമെന്നേ വരുള്ളൂ. അതിപ്പോ സ്ഥാപിക്കുന്നത് കൊണ്ടും തെളിയിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഈ സന്ദർഭത്തിൽ ഇല്ല എന്നർത്ഥം.